എന്തിനും ഏതിനും പ്രതിപക്ഷ വിമർശനം നേരിടുകയാണ് ഇടതുമുന്നണി രണ്ടാം സർക്കാർ. ഈ രണ്ടാം സർക്കാർ അധികാരമേറ്റ അന്ന് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയത് എന്ന് ശരിക്കു പറയാമോ എന്ന് ചോദിച്ചാൽ അന്ന് മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലേ ഉണ്ട് ഈ അഴിമതി ആരോപണങ്ങൾ. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒട്ടും പിന്നിലായിരുന്നില്ല. അദ്ദേഹം കാര്യകാരണ സഹിതം ഓരോന്ന് ഉന്നയിക്കും, പക്ഷേ അതെല്ലാം എട്ടുനിലയിൽ ചീറ്റിപ്പോകും. കാരണം എല്ലാത്തിനും അന്തിമമായ തീർപ്പ് കൽപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ കോടതികളാണ്, നീതിന്യായ വ്യവസ്ഥയാണ്. ഏതൊക്കെ കേസുകളിലാണ് പ്രതിപക്ഷം ഇതുവരെ കോടതിയിൽ പോയിട്ട് പരിഹാസ്യരായത് എന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഏകദേശം 96,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നടത്തുന്ന കിഫ്ബിക്കെതിരെ കോടതിയിൽ പോയി. എന്തായി ഫലം? ഒന്നും ഇല്ലാതെയായി. കാരണം ആ ഹർജി തള്ളി. അതുപോലെ തന്നെ K4, അതുപോലെ തന്നെ AI ക്യാമറ, പിന്നീട് തോട്ടപ്പള്ളി മണൽവാരൽ, തോട്ടണ്ടി ഇടപാട്, ബന്ധു നിയമന ആരോപണം, ഡാം തുറന്നുവിട്ടാണ് പ്രളയം വരുത്തി വെച്ചതെന്ന ആരോപണം, ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട്, എന്തിന് കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയ കാര്യത്തിലും ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷം കോടതിയിൽ പോയി. പക്ഷേ കോടതിയിൽ നിന്ന് നിരാശയായിരുന്നു ഫലം. പിന്നെ സ്പ്രിംഗ്ലർ നമുക്കറിയാം, രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ആരോപണമാണ്. കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഡാറ്റ മുഴുവൻ വമ്പൻ കമ്പനിക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ആരോപണം. പക്ഷേ അവര് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് ഡാറ്റ വളരെ വേഗം ശേഖരിച്ച് വളരെ വേഗം ഈ ആവശ്യക്കാർക്ക് മെഡിസിൻ എത്തിക്കുക എന്നതിന് വേണ്ടിയാണ് സർക്കാർ അന്ന് സ്പ്രിംഗ്ലറുമായി കരാറിൽ ഏർപ്പെടാൻ ധാരണയായി. പക്ഷെ അതിനെയും ഇടങ്കോലിട്ടു. K4, AI ക്യാമറ, ഇതൊക്കെ നാട്ടിൽ നടപ്പിലാക്കി കഴിഞ്ഞു. പക്ഷെ ഇതിനെയൊക്കെയും തുരങ്കം വയ്ക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാക്കളെ രമേശ് ചെന്നിത്തലയാകട്ടെ VD സതീശനാകട്ടെ. VD സതീശൻ ഒരു പടി കൂടി കടന്ന മട്ടിലാണ് ഓരോ കാര്യങ്ങൾ എഴുന്നള്ളിച്ച് വിടുന്നത്. എന്നാൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായത്തിൽ അദ്ദേഹം എടുത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഈ ആരോപണങ്ങളൊക്കെ പുറത്ത് വന്ന് മാധ്യമങ്ങളുടെ മൈക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുമെങ്കിലും നിയമസഭയിൽ ഒരൊറ്റ കാര്യത്തിന് ചർച്ച നടത്താൻ ഇവർ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും ചില കാര്യങ്ങൾ നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. ചർച്ച നടത്തി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, അടിയന്തര പ്രമേയത്തിന് നിങ്ങൾ നോട്ടീസ് നൽകൂ എന്നൊക്കെ സർക്കാർ, അതായത് ഭരണപക്ഷം ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിൽ നോട്ടീസ് ഒന്നും കൊടുക്കാതെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി മാധ്യമങ്ങളോട് സർക്കാരിനെതിരെ വാചകമടിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ട്, ഇടവുമുണ്ട്, സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അവിടെ സംസാരിക്കില്ല. നേരെ പൊതുജന മധ്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നു, സർക്കാരിനെ കരിവാരി തേക്കുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ കോടതിയിൽ പോകുന്നു. ഈ കോടതിയിൽ പോകുന്ന വാർത്തകളൊക്കെ കൃത്യമായി മാധ്യമങ്ങൾ അച്ചുനിരത്തി കൊടുക്കാറുണ്ട്. ഈ പ്രതിപക്ഷ ആരോപണങ്ങളും കൃത്യമായി കൊടുക്കാറുണ്ട്. എന്നാൽ കോടതിയിൽ നിന്ന് എന്ത് ആണ് മറുപടി ലഭിച്ചത്, ഈ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് മാധ്യമങ്ങൾ പരിശോധിക്കാറില്ല. കൃത്യമായ വസ്തുതയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നിട്ട് വേറൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും മകൾക്കെതിരെയും ഒക്കെ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു യുവ പ്രൊഫഷണൽ MLA ഉണ്ടല്ലോ കോൺഗ്രസ്. മാത്യു കുഴൽനാടൻ ഗീർവാണം വിട്ട് കുറെ അധികം കേസ് കൊടുത്തു. അവസാനം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും കേസെടുത്ത് ചവറ്റുകൊട്ടയിൽ തള്ളി. അതുകൊണ്ട് ഇനി ഹർജി കൊടുക്കാൻ ഇടമില്ല. ഇനി ഏതെങ്കിലും അന്താരാഷ്ട്ര കോടതിയിലേക്ക് മാത്യു കുഴൽനാടൻ പോകില്ലയോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. കുഴൽനാടൻ അങ്ങനെ ഒരു താർക്കികനാണ്, അങ്ങനെ ഒരു തർക്കപ്രിയനാണ്. ഈ കേസുകളൊക്കെ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയ കേസുകളൊക്കെ തന്നെ 8 നിലയിൽ പൊട്ടി തരിപ്പണമായി പോയി. എന്നിട്ടും ഇപ്പോഴും പ്രതിപക്ഷം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ, നിയമസഭയിൽ നോട്ടീസ് നൽകി ചർച്ച ചെയ്ത് അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കാതെ, ജനങ്ങളുടെ കണ്ണിൽ മണ്ണിട്ട് അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിച്ച് ഭരണകൂടം അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാർ വലിയ അഴിമതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒറ്റയടിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുകയും, എന്നാൽ ഇതിന്റെ ഫോളോ അപ്പുകൾ മാധ്യമങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ജനങ്ങൾ ആദ്യം കേട്ടത് അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു തന്ത്രം. കനകോലുവാണോ ഈ തന്ത്രം പറഞ്ഞു കൊടുത്തത്, അതോ BJP നേതാക്കളിൽ നിന്ന് ഈ സതീശാദി പ്രവൃത്തികൾ ഇക്കാര്യം പഠിച്ചെടുത്തതാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഞാൻ ചുരുക്കി പറഞ്ഞാൽ കിഫ്ബി ഫണ്ട്, AI ക്യാമറ, K4, അതുപോലെ തോട്ടപ്പള്ളി മണൽവാരൽ, തോട്ടണ്ടി ഇടപാട്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ അഴിമതി ആരോപണങ്ങളെ കുറിച്ചുള്ള ഹർജികൾ
കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഈ സർക്കാർ അഴിമതി രഹിത സർക്കാരാണെന്ന് വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തിയത്. ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തെ അടപടലം പൂട്ടിക്കുന്ന സംഭവമാണ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇക്കാര്യങ്ങളിലൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ജനങ്ങളിൽ ഈ വിവരം എത്തുന്നില്ല എന്നത് നിരാശാജനകമാണ് എന്ന് പറയേണ്ടതുള്ളൂ.